റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കണം എന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഔലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിജയികൾ ആരാണ്? 4 കാര്യമുള്ളവരാണ്. 1, വല്ലദീന ആമനൂ ബിഹി, നബിയെ കൊണ്ട് വിശ്വസിച്ചവരാകണം. 2, വഅസ്സറൂഹു, നബിയെ ബഹുമാനിച്ചവരാകണം. 3, അതേ വനസറൂഹു, നബി തങ്ങളെ സഹായിച്ചവരാകണം. നബി തങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പഠിപ്പിച്ച ദീനിനെ സഹായിക്കുക എന്നുള്ളതാണ്. വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, നബി തങ്ങളെ കൂടെ ഇറക്കപ്പെട്ട ഖുർആനിനെ പിന്തുടർന്ന് ജീവിക്കുകയും വേണം. ഈ 4 കാര്യമുള്ളവർ വിജയിച്ചവരാണ്. അപ്പൊ നബി തങ്ങളെ ബഹുമാനിക്കണം എന്നത് ഖുർആനാണ്. ബഹുമാനിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ, സ്നേഹിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ പാടില്ലെന്ന് പറയാൻ ഖുർആനിൽ ഒരു ഹർഫ് തെളിവില്ല, ഹദീസിൽ ഒരു ഹർഫ് തെളിവില്ല, ഒരു മഹാന്റെ ഉദ്ധരണിയിലും തെളിവില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ തഅദീം ചെയ്യുന്ന കാര്യമാണ് മൗലിദ് പരിപാടി. മഹാനായ ഇസ്മായിൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞില്ലേ, വമിൻ തഅദീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുൽ മൗലിദി, നബിദിന പരിപാടി, മൗലിദ് പരിപാടി റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. എന്തിനധികം പറയണം, എല്ലാ പുത്തൻവാദികളും അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ പോലും അതേ ഫലഹു അജ്റുൻ അദീമുൻ ഇൻദല്ലാഹ്, നബിദിന പരിപാടി നടത്തുന്നവർക്ക് വലിയ പ്രതിഫലം പടച്ചവന്റെ അടുക്കൽ കിട്ടും. കാരണം ലിതഅദീമിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ബഹുമാനിക്കാനാണല്ലോ നബിദിന പരിപാടി നടത്തുന്ന ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയില്ലേ. നബി തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന, ആദരിച്ചുകൊണ്ട് ചെയ്യുന്ന, സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് നബിദിന പരിപാടി. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നവർ ഇസ്ലാമിന്റെ അടിത്തറ മനസ്സിലാക്കാത്തവരാണ്, ബഹുമാനാദരവിന്റെ മാനദണ്ഡം മനസ്സിലാക്കാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടുന്ന ഇങ്ങോട്ടും എന്റെ ബാപ്പാന്റെ ജന്മദിനാഘോഷം ഞാൻ ഇന്നേരം കൊണ്ടാടിയില്ല, കൊണ്ടുവിടാൻ വിചാരിച്ചിട്ടില്ല. എന്റതും ഞാൻ ഇതിൽ കൊണ്ടാടാൻ വിചാരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിന് പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ല, നബി തങ്ങൾ പറഞ്ഞതാ. ഫീഹി വുലിത്തു, അതെന്റെ ജന്മദിനമാണ്. അതിൽ നിന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദയസ്ഥമാക്കിയ ലോകപ്രശസ്ത പണ്ഡിതന്മാര് മുഴുവനും ജന്മദിനാഘോഷ പരിപാടി വളരെ നല്ല പരിപാടിയാണ് എന്ന് രേഖപ്പെടുത്തിയത്. സുഹൃത്തുക്കളെ, ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു. നബി തങ്ങൾ 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു. അതെങ്ങനെ മുസ്ലിയാരെ നിങ്ങൾ പറയാ? അത് ഖുർആനാണ് അതിന് തെളിവ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഅഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു. സഹാബത്തിനെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. ആ സഹാബത്ത് ഒന്നടങ്കം 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചത് സഹീഹായ ഹദീസിലുണ്ട്. അവരൊരിക്കലും റസൂലുള്ളാഹിക്കെതിരെ ചെയ്യുന്നവരാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഖുർആനാണ് പറഞ്ഞത്, സഹാബത്തിനെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു. അപ്പോൾ അവരൊരിക്കലും ദീനിനെതിരെ ചെയ്യൂല എന്ന് ഖുർആൻ സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്. വേറെയും ധാരാളം ആയത്തുകളുണ്ട്, ഞാൻ ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മാത്രമേ റമദാനിൽ തറാവീഹ് ഒന്നിച്ച് നിസ്കരിച്ചിട്ടുള്ളൂ. ശേഷം നബി തങ്ങൾ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളൂ എന്നാണ്. അത് ബുഖാരിയിലെ ഹദീസിലുണ്ട്. പക്ഷേ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും തറാവീഹ് അതാ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. എന്തേ കാരണം നിങ്ങൾ ചിന്തിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പുനഃസംഘടിപ്പിച്ചു എന്നതാണ്.
സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30 ദിവസവും തറാവീഹ് ഒന്നിച്ച് നിസ്കരിച്ചത് ഒരു ഹദീസിലുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും അത് ചെയ്തിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലത്തും അത് ചെയ്തിട്ടില്ല. പിന്നീടാണ് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കുന്നത്. അത് നടപ്പാക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത റൂമിലുണ്ട്. ഇവിടെ 20 റക്അത്ത് തറാവീഹിന്റെ വിവരം ആയിഷ ബീവി കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 20 ഇല്ലെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. കാരണം ആയിഷ ബീവിക്ക് അറിയാം അത് 20 ഉണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ നിലക്ക് എല്ലാ സഹാബത്തും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. നിസ്കാരത്തിന്റെ എണ്ണം അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നു ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിച്ചു. ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാളൊരു നോട്ടീസ് ഇറക്കിയാൽ മുജാഹിദിന്റെ പള്ളിയിലെ തറാവീഹും നിർത്തണ്ടേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഉമർ ഇബ്നു ഖത്താബ് ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കൊല്ലം കഴിയുന്നതിനനുസരിച്ച് പുതിയ മതം ഉണ്ടാവുമോ എന്ന് ചോദിച്ചൊരു നോട്ടീസ് ഇറക്കിയാൽ ആ തറാവീഹ് നിർത്തണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30 ദിവസവും തറാവീഹ് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു നോട്ടീസ് ഇറക്കിയാൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ തറാവീഹ് നിർത്തിവെക്കണ്ടേ? പക്ഷേ മുസ്ലിമീങ്ങൾ നിർത്തൂല കേട്ടോ. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്നത് അറിയുന്നത് പണ്ഡിതന്മാർക്കാണ്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് ഖുർആൻ അംഗീകരിക്കണേ, റസൂലുള്ളാഹിനെ അനുസരിക്കണേ. വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ പണ്ഡിതന്മാരെ അനുസരിക്കണേ. ആ പണ്ഡിതന്മാരാണ് ഇമാമീങ്ങൾ എന്ന് പറയുന്നത്. ആ ഇമാമീങ്ങൾ പഠിപ്പിച്ചത് എന്താണോ അതാണ് ഇസ്ലാം. അവരാണ് ഇതൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്നതും നടപ്പാക്കി തന്നതും. അത് ഒരാൾ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ നിർത്താനുള്ളതല്ല. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. അപ്പൊ പിന്നെന്തേനു? ഉമർ ഇബ്നു ഖത്താബ് ഭരണേറ്റെടുത്ത ഉടനെ തന്നെ പരിപാടി നടത്താഞ്ഞേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ ആ പരിപാടി നടത്താഞ്ഞേ? അതിന് ഇമാമിങ്ങൾ കാരണം പറയാണ്. അതിനേക്കാൾ വലിയ സംഗതികൾ അന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടായിരുന്നു. അത് നടപ്പാക്കുന്ന തിരക്കിൽ ഇത് പിന്നീടായതാണ്. സംഗതി നേരത്തെ അതിന് നിയമം ഇല്ലാഞ്ഞിട്ടല്ല. സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കിയെന്ന് ബുഖാരിയിലുണ്ട്. അത് സ്ഥിരപ്പെട്ടു എന്നും ബുഖാരിയിലുണ്ട്. പക്ഷേ അതിന്റെ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കാഞ്ഞ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഇതുപോലെ ഇമാമിങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നബി തങ്ങൾ മദ്രസ നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ഉണ്ട് എന്നൊരാൾക്കും തെളിയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നബി തങ്ങൾ ഇൽമു പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. ഇൽമു പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇന്നത്തെ ഈ രൂപത്തിലുള്ള സിലബസും അതുപോലെ തന്നെ ടൈം ടേബിളും പരീക്ഷയും മദ്രസയും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ഇൽമു പഠിപ്പിക്കുക എന്നത് അന്നുമുണ്ട്, എന്നുമുണ്ട്. ആ ഇൽമു പഠിപ്പിക്കാൻ ഒരു കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയതാണ് മദ്രസ. ഇതുപോലെ പറയട്ടെ, നബിതങ്ങൾ ജനിച്ചതിൽ സഹാബത്ത് സന്തോഷിച്ചിട്ടില്ലേ? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഖുർആനല്ലേ പറഞ്ഞത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ആ റഹ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അത് സഹാബത്ത് ചെയ്തതാണ്. ഇതുപോലെ സഹാബത്തിന്റെ പണി എന്തായിരുന്നു? എപ്പോഴും സഹാബത്തിന്റെ പണി എന്തായിരുന്നു? എവിടെ ഇരുന്നാലും അവരിങ്ങനെ ഹദീസ് പറയും. നമ്മൾ മൗലൂദിന് ഇരുന്നാൽ ആ ഒരു ഹദീസ് വായിക്കാം. സഹാബത്ത് അങ്ങനല്ല, എവിടെ ഇരുന്നാലും ഒരു ഹദീസ് പറയലാ. നബിതങ്ങളുടെ ഒരു ചരിത്രം, അല്ലെ നബിതങ്ങളുടെ ജന്മസമയത്തുള്ള ഒരു ചരിത്രം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറയലല്ലേ സഹാബത്തിന്റെ പതിവ്. അപ്പൊ അവരെപ്പോഴും മൗലിദ് ഓതിയവരാണ്.
വെറും റബീഉൽ അവ്വലിൽ മാത്രമല്ല, 12-ന് മാത്രമല്ല, പ്രത്യേക ഒരു സമയത്ത് മാത്രമല്ല, അവർക്ക് പണി തന്നെ അതായിരുന്നു. എപ്പോഴും റസൂലുള്ളാഹിനെ പറ്റി പറയലാണ്. നമ്മൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ മുൻഗാമികളായ ഇമാമികൾ എന്ത് പറഞ്ഞു? എന്നാ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും, ഒരു നബികൾ ജനിച്ച മാസത്തിലെങ്കിലും നിങ്ങൾ നബി തങ്ങളുടെ മദ്ഹ് പറയുക, പാടുക. അതും വേണ്ടാന്ന് പറഞ്ഞാലോ അവനും ഇസ്ലാമിന്റെ പിന്നെ എന്ത് ബന്ധാണ്? അതും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമും അവനും തമ്മിൽ എന്ത് ബന്ധാണ്? അതുകൊണ്ട് ഇതൊന്നും ഞാൻ എന്റെ വകയിൽ പറയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുപോലെ ഇമാം സഹാബി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഇമാം സുയൂത്തി പറഞ്ഞതാണ്, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അബൂ ശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുപോലെ തുടങ്ങിയ അസംഖ്യം പണ്ഡിതന്മാര് പറഞ്ഞതാണ്. ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, ഇമാമിങ്ങൾ അങ്ങനെയാണ് വിശദീകരിച്ചത്. അതുകൊണ്ട് നബിദിന പരിപാടികൾ ജോറായിട്ട് നടക്കണം. ഇനിയൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. നമ്മൾ മൗലിദ് ഓതുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് സ്വലാത്തി അല്ല, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നമ്മൾ മൗലിദ് ഓതുമ്പോ ഇരുന്നോളി. മൗലിദിന്റെ ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ച് സഹായം തേടും. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بي ما قد علمت من الأذى والظلم والضعف الشديد فأسعدي. എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് നബിയെ, തങ്ങൾ എന്നെ സഹായിക്കണേ. നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുകയാണ്, സഹായം തേടുകയാണ്. ഒരു കൂട്ടരെന്താ വിശ്വസിക്കുന്നത്? നബി തങ്ങളോട് സഹായം ചോദിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാണ്. അള്ളാഹു അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഞാനൊരു സംഭവം ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ബാപ്പ ഉഹദിൽ വെച്ച് ഷഹീദായി പോയതാണ്. ഷഹീദാകുന്നതിന്റെ തലേ ദിവസം പറഞ്ഞിരുന്നു, നാളെ ഞാനാണ് ആദ്യം ഷഹീദാകുക എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്. മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ അങ്ങനെ ഉണ്ടല്ലോ ചില. ആ ബാപ്പയുടെ വസിയ്യത്തായിരുന്നു, ജാബിറെ നിന്റെ പെങ്ങന്മാര് പെൺകുട്ടികളെ നീ ശരിക്കും ശ്രദ്ധിക്കണേ. വേറൊരു വസിയ്യത്തായിരുന്നു, എന്റെ കടം വീട്ടണേ. കടം വീട്ടേണ്ട സമയമായപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് കയറി. ഈത്തപ്പഴമൊട്ടാകെ ഒന്ന് നോക്കുമ്പോ ഒരു നിലക്കും കടം വീട്ടാൻ മതിയാവൂല. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, എന്റെ ബാപ്പയുടെ കടം വീട്ടാൻ ഈത്തപ്പഴം മതിയാവൂല എന്ന് തോന്നിയപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു, സഹായം തേടി. എന്ന ആയത്ത് കാണാത്ത ആളാണോ ജാബിർ റളിയല്ലാഹു അൻഹു? അതുപോലെ ഹദീസ് കാണാത്ത ആളാണോ ജാബിർ റളിയല്ലാഹു അൻഹു? ഇത് ബുഖാരിയിലെ ഹദീസാ. നബി തങ്ങളോട് ഞാൻ സഹായം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കിട്ടാനുള്ള ആളുകളെ വിളിച്ചു. അവരോട് ചോദിച്ചു, നിങ്ങൾ ജാബിറിന്റെ ബാപ്പയുടെ കടം മുഴുവനും വീട്ടാൻ ഈത്തപ്പഴം മതിയാവില്ല, നിങ്ങൾ കുറച്ച് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? അതിനാരും തയ്യാറല്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്നാ ജാബിറേ നീ മുന്നിൽ നടന്നോ, പോയിട്ട് ഈത്തപ്പഴം പറിച്ചെടുക്കൂ. ആ ഈത്തപ്പഴം പറിച്ചിട്ട് ഓരോ ഇനങ്ങളും വെവ്വേറെ വെക്കൂ. ഈത്തപ്പഴം പല ഇനങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. വെവ്വേറെ കൂമലാക്കി വെക്കൂ, ഞാനങ്ങ് വരുന്നു, നീ ആളെ അയച്ചാൽ മതി. പറഞ്ഞതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു എല്ലാം ചെയ്തിട്ട് ആളെ പറഞ്ഞേക്കുന്നു. നബിതങ്ങൾ വരുന്നു. സുബ്ഹാനല്ലാഹ്. ബുഖാരിയിലെ മറ്റൊരു റിപ്പോർട്ടിൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കൂടെയുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്, അങ്ങനെയും റിപ്പോർട്ടുണ്ട്. ഏതായിരുന്നാലും നബിതങ്ങൾ വരുന്നു. വന്നിട്ട് ആ ഈത്തപ്പഴത്തിന്റെ സമീപത്ത് അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
എല്ലാവർക്കും അളന്നു കൊടുത്തോളൂ ജാബിറേ. ആർക്കൊക്കെയാ കിട്ടാനാണ്? എല്ലാവർക്കും അളന്നു കൊടുത്തോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എല്ലാവർക്കും അളന്നു കൊടുത്തു. ഫൗഫൈതുഹും, എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടി, കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തു. ഞാൻ ഈത്തപ്പഴത്തിലേക്ക് നോക്കുമ്പോ ഫമാ നഖസ മിൻഹു ശൈഅ കഅന്നഹു ലം യൻഖുസ് മിൻഹു ശൈഅ. ഒരൊറ്റ ഈത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല. ഈത്തപ്പഴമൊന്നും ചുരുങ്ങിയിട്ടില്ല. എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് അലിംനാ, ഞങ്ങൾക്കറിയാം. നബിതങ്ങളാ നടക്കുന്ന സമയത്ത് തന്നെ അറിയാം. നബിതങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഈമാനുള്ളവരുടെ വിശ്വാസം എന്താണ്? നബിതങ്ങളോട് സഹായം ചോദിച്ചാൽ സഹായം കിട്ടും. ആ സഹായം അത്ഭുതകരമായ നിലയ്ക്ക് കിട്ടും, അസാധാരണ മാർഗത്തിലൂടെ കിട്ടും. അങ്ങനെ ഒരിക്കലും തന്നെ തികയാത്ത ഈത്തപ്പഴം എല്ലാവർക്കും കൊടുത്തിട്ട് ഒരൊറ്റ ഒന്ന് ചുരുങ്ങാത്ത വിധത്തിലുള്ള മുഅ്ജിസത്ത് മുഖേന സഹായം കിട്ടും. ഇത് വിശ്വസിച്ചവരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അത് വിശ്വസിച്ചവരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്, ജാബിർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് ഇത് വിശ്വസിച്ചവരാണ്. നബിതങ്ങളോട് അങ്ങനെ സഹായം കിട്ടുമെന്ന് വിശ്വസിച്ച് സഹായം തേടിയാൽ അവൻ ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്നൊരാൾ പറഞ്ഞാൽ അവൻ ഖവാരിജുകളിൽ പെട്ടവനല്ലയോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഞാൻ 2 ദിവസം മുമ്പാണ് ഇറാഖിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊന്ന സ്ഥലത്ത് ഞാൻ പോയത്. ഞാൻ പറയട്ടെ, ആ വെട്ടിക്കൊന്ന സ്ഥലത്ത് പള്ളിയിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ കയറി വരുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് വെട്ടിക്കൊന്നു കളഞ്ഞത്. ആ വെട്ടിക്കൊന്ന കക്ഷിയാണ് ഖവാരിജ്. അവരെ വാദം എന്തായിരുന്നു? അലി ഇബ്നു അബീ ത്വാലിബ് ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് മുശ്രിക്കാണെന്ന് വിശ്വസിച്ചാൽ അവന് പിന്നെ മുസ്ലിമാകാൻ പറ്റുമോ? അതേ ഖവാരിജിന്റെ പരിപാടിയാണ് മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിക്കുന്ന ഈ പുത്തന ആശയങ്ങൾ കേട്ടോ. അതിൽ വല്ലാതെ പെട്ടുപോയ ചില സ്ഥലങ്ങളാണ് കുറ്റ്യാടിയും നന്മണ്ടയും ഈ കിനാലൂരും ഒക്കെ. സാധാരണക്കാരായ ജനങ്ങളാണ്, അവർക്ക് ഖുർആൻ അറിയില്ല, അവർക്ക് ഹദീസ് അറിയില്ല, അവർക്ക് തെളിവുകൾ അറിയില്ല. അവരാരോ പറ്റിച്ചു കളഞ്ഞതാണ്, പെട്ടുപോയതാണ്. റബ്ബേ, അവർക്കൊക്കെയും നീ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കണം റഹ്മാനെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. നബിതങ്ങളെ ഹദീസ് സ്വീകരിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. സഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. നമ്മൾ അവര് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചീത്ത പറയുന്നില്ല, തെറി പറയുന്നില്ല, നമ്മൾ ആക്ഷേപിക്കുന്നില്ല. നമ്മൾ തെളിവുകൾ പറഞ്ഞുകൊടുത്ത് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ബഹുമാനിച്ച് പണ്ഡിതന്മാർ എത്രത്തോളം ചെയ്തു എന്നറിയോ? എന്ന് പറയുന്ന ഹംബലി മദ്ഹബുകാരനായ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതൻ ചൊല്ലിയ ഒരു പദ്യത്തിന്റെ ഭാഗമാണത്. ആ പദ്യം മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വെച്ച് സദസ്സ് പിരിയാൻ നോക്കുമ്പോ ഒരാളങ്ങ് ചൊല്ലി, നബിതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, അതാ യോഗ്യന്മാരായ ആളുകൾ നബിതങ്ങളെ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. മുട്ടിന്റെ മേൽ കുത്തി നിൽക്കുന്നവർ, ഒറ്റക്കാലിന്റെ മേൽ എഴുന്നേറ്റ് നിൽക്കുന്നവർ, അങ്ങനെ നിൽക്കുന്നതെല്ലാം നബിതങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ഭാഗം തന്നെ.
സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ നിൽക്കാറില്ലേ സറഫല്ലനാം ഓതുമ്പോ ഫവദഅത്തിൽ ഹബീബ സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറില്ലേ? അതേപോലെയാണ് ഇവിടെയും പറയുന്നത് നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ മഹാന്മാര് എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ പദ്യമങ്ങ് കേട്ടപ്പോൾ ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റങ്ങ് നിന്നു. അവിടെയുള്ള എല്ലാ ഖാദിമാരും ഇമാമിങ്ങളും എഴുന്നേറ്റ് നിന്നു. മഹാനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അടുത്ത തബഖാത്തിൽ പറയാണ്, വല്ലാത്ത ആത്മീയ ചൈതന്യം അനുഭവിച്ചു. ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കും. അതിന് പ്രത്യേകം കൽപ്പനയും നിർദ്ദേശമൊന്നും വേണ്ട. അതൊരു അടിസ്ഥാനപരമായ തത്വമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് ബഹുമാനിച്ച് എത്രത്തോളം ബഹുമാനിച്ചു. കാദു യഖ്തതിലുന അലാ വദൂഇ റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമ്പോൾ ശരീരത്തിന് ഉറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സഹാബത്ത് ഒന്നും തിരക്കും കൂട്ടാണ്. എന്നിട്ട് ഫയതമസ്സഹൂന ബിഹി, അത് തൊട്ട് ശരീരൊട്ടാകെ പരട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ, ഞാൻ ഒതു കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉറ്റി വീഴുന്ന വെള്ളത്തിന് കാത്തു നിന്നിട്ട് ഒന്നും തിരക്കും ഉണ്ടാക്കണം, എന്നിട്ട് നിങ്ങൾ അതിനെ തൊട്ടിട്ട് ശരീരത്തിൽ പരട്ടണമെന്ന് നബി നിങ്ങൾ പറഞ്ഞിരുന്നോ? അങ്ങനെ പറയണമെന്നുണ്ടോ? സഹാബത്ത് നബി നിങ്ങളെ ബഹുമാനിച്ചിട്ട് ബറക്കത്തെടുക്കാണ്. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ കിട്ടിയോന്റെ കയ്യിൽ നിന്ന് തൊട്ട് വരട്ടാണെന്ന് ബുഖാരിയിലെ ഹദീദ. അപ്പൊ സഹാബത്ത് ഏത് നിലക്കാ ബഹുമാനിച്ചത്? ഒക്കെ ഓരോന്നിങ്ങനെ അങ്ങനെ ബഹുമാനിക്കണം അങ്ങനെ ബഹുമാനിക്കണം എന്ന് പറയല. അപ്പൊ അതൊരു ഒരല്പവും ചിന്തയില്ലാത്ത, ഒരല്പവും ബുദ്ധിപരമായി ആലോചിക്കാതെ വന്ന ഒരാശയമാണ് നബിതങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിക്ക് പ്രത്യേകം കൽപ്പന വേണം എന്ന ആശയം വളരെ അപകടകരമായ ഒരാശയമാണ്. അല്ലാഹു തആല അതിൽ പെട്ടുപോയവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ.